കണ്ട കാരണം എനിക്ക് ഭയങ്കര പേടി. പന്നി മാൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വീണ ഞാൻ നിന്നെ ഇവിടെ തട്ടിയിടും. അല്ലെ സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണം. ഇതൊക്കെ അമ്മൂമ്മമാരാന്ന് തോന്നുന്നു. വെൽക്കം ബാക്ക് ടു ചാനൽ വുമളി ലൈഫ് സ്റ്റൈൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്ലോസ്റ്റർഷെയർ എന്നിട്ടൊരു കൗണ്ടിയിലാട്ടോ. ഇവിടെ ഒരു നേച്ചർ റിസർവ് ഉണ്ട്. ശരിക്കും പറഞ്ഞൊരു കാടിൻ്റെ അന്തരീക്ഷം തന്നെ അവർ നേച്ചർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് വന്നിട്ട് ലോവർ വുഡ്സ് നേച്ചർ റിസർവ് ആട്ടോ പറയുന്നത്. അടിപൊളി സ്ഥലം. എനിക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാൻ പറയും. കാരണം ഇംഗ്ലീഷ് മൂവി കൂടുതൽ കാണുന്നതിൻ്റെ ദോഷമാണ് അത്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കണ്ടിട്ടില്ല, അഡ്വഞ്ചറസ് ആയിട്ട് കുറേ കപ്പിൾസ് കാട്ടിപ്പോകുന്നു. റോങ് ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലം ചെയ്യുമ്പോൾ പേടിയാവും. ഒരാൾ കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു കൊടുത്ത ക്ലിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കണ്ട കാരണം എനിക്ക് ഭയങ്കര പേടി. ഇതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യരില്ല. സമയം ഇപ്പം വൈകുന്നേരം 6 മണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ഒരു ചെറിയ അരുവി പോലെ കണ്ടു. അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിപ്പോൾ ഈ വടിയെടുത്ത് പിടിച്ചിരിക്കുന്നത് പന്നിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പന്നി മാൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അണ്ണാനും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ താഴേക്ക് പോയിട്ട് നോക്കി നോക്കാം അരുവി ഉണ്ടോ എന്നുള്ളത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയുള്ള വഴിയുണ്ടോ, ഇവിടെ മരമൊക്കെ വീഴുന്നവരെ അവർ വന്ന് മുറിക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അള്ളിപ്പൊളിയായിട്ട് ചെളി കട്ട പിടിച്ചെടുക്കുക. അപ്പോൾ അവിടെ സ്റ്റീപ്പായവരെ വീടാൻ ചാൻസ് ഇല്ല. ഇവിടെ സ്റ്റീപ്പാണ്, പക്ഷെ സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇറങ്ങിയിട്ട്. പിടിച്ചിറങ്ങിക്കോട്ടെ. നല്ല വഴിക്കലുണ്ട് മഴയൊക്കെ പെയ്തിട്ടേ. നീ പറയണത് കേക്കില്ല. നമ്മളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരണം എന്ന് വെച്ച് വന്നല്ല, പക്ഷെ വഴുക്കുണ്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയിട്ട് അവിടുന്ന് പിന്നെ താഴേക്ക് അതിലേ ഇറങ്ങാൻ തോന്നുന്നു. അവിടെ പറഞ്ഞ് എത്തോന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. മരങ്ങള് പിടിച്ചിറങ്ങ, ഞാന് വീഴാതിരിക്കാൻ മരങ്ങൾ പിടിച്ചിട്ട് ഇറങ്ങണം. എന്റെ ഷൂവിനാണ് ഗ്രിപ്പ് ഏറ്റവും കുറവ്. എന്റെ സ്ഥലം ഇഷ്ടപ്പെട്ടാ? മഴ പെയ്തതിന്റെ പ്രശ്നം. ഡ്രൈ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇറങ്ങാത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഫോൺ പിടിച്ചിട്ട് സ്ലിപ്പായി വീഴുമോന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അല്ല കുഴപ്പമില്ല, ഞാൻ പിടിച്ചിറങ്ങിക്കോളാം. എന്റെ വടിയാ നിന്റെ കയ്യിലിരിക്കണത്. നമ്മള് വരുന്ന വഴിക്ക് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, മാനുണ്ടാവും എന്നൊക്കെ. പക്ഷെ ആരും കണ്ടില്ല. അപ്പൊ ഒരു സേഫ്റ്റിക്ക് ഒരു കുഞ്ഞു വടി പിടിച്ചതാണ്. നീ ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞാലായിരിക്കും ചിലപ്പോ കേക്കുള്ളൂ. മൂവിയിലൊക്കെ കാണുന്ന പോലെ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള മണ്ണാവും. മഴ പെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. നീ തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ലിപ്പറി കുറവായിരിക്കും. നീ തോന്നുന്നത് ഇവിടെ നമുക്ക് എന്താ പറയാ, മറ്റേ ബൈക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സൈക്കിൾ വെച്ചിട്ട് BMX അല്ല, ഓഫ് റോഡ് ബൈക്ക് പോലത്തെ ഇച്ചിരി ടയറൊക്കെ വലിപ്പമുള്ള ബൂട്ട്സ് ഉണ്ടെങ്കിൽ, ബൂട്ട്സ് അല്ല ടയറൊക്കെ വലിപ്പമുള്ള ബൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ആൾക്കാരൊക്കെ ഓടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അത് ഇവിടെ നമ്മൾ ഓടിച്ച വീഴുക, അത് ഓടിക്കാൻ അറിയണവര്. പിന്നെ ഒന്നുകൂടി ഗ്രിപ്പ് ഉണ്ടാവും വലിയ ടയറൊക്കെ ആകുമ്പോഴേ. ചെറിയ അരുവി കണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ പാമ്പുകൾ ഇല്ലെന്നാ പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും ഇവിടെ ഒരു അഡർ എന്ന് പറയുന്ന പാമ്പുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അണലിയില്ലേ, ആ അണലി പോലത്തെ പാമ്പാന്നാ പറയണത്. അഡർ എന്നാണ് ഇവിടുത്തെ പേരിട്ടത്. നമ്മുടെ ഇവിടെയൊക്കെ വൈപ്പർ എന്നല്ലേ പറയണത് അതിന്. ഇവിടെ അഡർ എന്ന് പറഞ്ഞിട്ട് സെയിം. ഞാൻ വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ്, നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ബാക്ക് ഫ്രണ്ട് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുന്ന് കണ്ട അത്ര സ്റ്റീപ്പ് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ താഴെ പോയിട്ട് സ്റ്റീപ്പല്ല, ഇച്ചിരി വിജൃംഭിച്ച ലുക്ക്. ഞാൻ മരത്തുമ്പോ പിടിച്ചിട്ടാ, ഞാൻ വീഴാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ചെയ്തിട്ടാ നിക്കണത്. ഞാൻ വീണ ഞാൻ നിന്നെ ഇവിടെ തട്ടിയിടും. എന്നൊരു മിനിറ്റ് ഞാനൊന്ന് ഇറങ്ങട്ടെ. കാല് മറ്റേ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ നമ്മൾ വരുന്നു. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഡ്രസ്സുകളാണ് ഇട്ടേക്കുന്നതും ഷൂവും ലൈറ്റ് കളറാണ്. അതുകൊണ്ട് മൊത്തത്തിലൊരു മനസ്സിന് ഒരു വൃത്തി കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാട്ടോ. ഡ്രൈ ആയിരിക്കും എനിക്ക് തോന്നുന്നത്, രസമായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഹായ്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. ഇത് കണ്ടാ ആ കുന്ന് കാണിച്ചു കൊടുത്തിട്ട് വന്നാലേ നമ്മള് അധികം പോകേണ്ട ചെള്ളി. ഇവിടെ പട്ടിയൊക്കെ വന്നിരുന്നുണ്ട്, ബോൾ കിടക്കണ. സൈക്കിളൊക്കെ ഇറക്കാൻ പറ്റിയ വഴിയായിരുന്നു ഇത്. പക്ഷെ നല്ല സ്റ്റീപ്പായിരുന്നു. ഇവിടുന്ന് കാണുമ്പോ അതിന്റെ ഹൈറ്റ് അത്ര മനസ്സിലാവില്ല. പക്ഷെ നല്ല ഭയങ്കര വൃത്തിയുടെ
ഒരുപാട് വൃത്തികേടായിട്ടുണ്ട്. നല്ല പക്ഷെ ഇത് നല്ല കെട്ടിയേക്കുന്നുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അവിടുന്ന് നേരെ ഇറങ്ങി വന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് ചാടാതിരിക്കാനോ സൈക്കിളിലൊക്കെ വന്നിട്ട്. അതായിരിക്കും, ശരി അറിയില്ലല്ലോ അല്ലേ. ഭയങ്കര വലിയ കയറ്റമാണ്. പക്ഷെ ഇവിടെ നിന്ന് അത് കാണുന്നില്ല, കാരണം ഒരു ജസ്റ്റ് ഇത്തിരി ഇങ്ങനെ ഒരു ലെവൽ പോലെ വന്നിട്ട് പിന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനായിരിക്കും ചിലപ്പോ അറിവ് വീണിട്ടുണ്ടാവും ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒക്കെ. ഇതിന് നമുക്ക് എന്താ ടൈറ്റിൽ കൊടുക്കുക? ഇങ്ങനത്തെ കാട്ടിൽ നിങ്ങൾ പെട്ടുപോയിണ്ടോ UK-ല്? അതെ, നല്ല ടൈറ്റിൽ തന്നെ. നല്ല ടൈറ്റില. ഇങ്ങനത്തെ ഒരു ഘോര വനത്തിൽ സാധാരണ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊരാള് പോലും ഡോഗ്സിനെ കൊണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പേടി. ഞാൻ ആ റോങ് ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടതിന് ശേഷം എനിക്ക് അത് മാത്രമല്ല, നമ്മൾ ഇതുപോലെ സൈക്കിളായിട്ടാകുമ്പോൾ കുറേ ആളുകൾ വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു, റോങ് ടേൺ മൂവി പോലെ സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണം. നമ്മൾ ശരിക്കും ലൈവ് പോവാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടും ലൈവ് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലൈവിന് പകരം ഒരു ഫുൾ വീഡിയോ എടുത്തു മാത്രം. കാട്ടിലെ രാജാവ് ഇവിടെ കസാരയൊക്കെ വെച്ചുള്ളത് നന്നായി. കസാരല്ല, ബെഞ്ച്. മരം, ഇവിടത്തെ മരം തന്നെ വെട്ടിയിട്ട് വെച്ചിരിക്കുന്നതാ. രസം എന്തൊക്കെയോ ആപ്പിൾ അല്ലേ ഇത്? ഓ ആപ്പിള്, കാട്ടാപ്പിൾ ഉണ്ടോ? ഒരു ഷേപ്പില്ലാതെ ആപ്പിൾ അല്ലേ? ഗ്രീൻ ആപ്പിൾ ആണോ? ഗ്രീൻ ആണ്, അത് പഴുക്കാത്തോണ്ട് ഗ്രീൻ ആയിട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ടൊക്കെ ഭയങ്കര കാടാട്ടോ. പക്ഷെ നമ്മുടെ നാട്ടില് പേരക്കായ ഇരിക്കണ പോലെ ഇല്ലേ? അത് സമ്മറായി വരണല്ലേ ഉള്ളൂ. നല്ല വമ്പ മരങ്ങളൊക്കെ ഉണ്ട് നോക്കും മുകളില്. അല്ല, വഴിയില് കുറെ വീണ് കിടക്കണം. നമുക്ക് പേടിയെന്ന് അറിയോ, വല്ല കാറ്റ് തലയിലൊടിഞ്ഞു. ഇങ്ങനെ വിജൃംഭിച്ച നേച്ചർ റിസർവ് ഇവിടെ കുറവാന്ന് തോന്നുന്നു. ശരി ലൈറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അടിപൊളി. ഓ, ഇത്ര ഭംഗിയുള്ള ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇത്തിരി റിസ്ക് എടുത്തിട്ടാണ് വന്നേ. സ്റ്റിൽ ഗുഡ്, വേർത്താണ്. പക്ഷെ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോ എത്രത്തോളം ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ എടുത്ത് നടക്കാൻ ഡ്രൈ ആവുമ്പോ അത് നടന്നോളും. അല്ലാത്ത കേസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി മഴയുള്ള ഒരു സമയമാണ്, അത് പ്രശ്നമായിരിക്കും. മൊത്തം വഴുക്കലും വെച്ച് പിടിപ്പിച്ചേക്കുന്നതാ വരമ്പ് പോലെ. അപ്പൊ ആപ്പിൾ ഉണ്ടായി നിൽക്കുകയും ചെയ്യും കിളികൾക്ക്. ഇവിടെ കൂടുതലായാലും നമ്മൾ കണ്ടേക്കണേ, നേച്ചർ റിസർവിലൊക്കെ വരുമ്പോ എല്ലായിടത്തും ആപ്പിളിന്റെ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ഇതിലും വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ ഫുള്ള് ഉണ്ടാവും ആപ്പിളിന്റെ മരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ, എന്ത് രസാലേ. താഴേക്ക് ഇറങ്ങാതിരിക്കാനും കൂടിയാണ് കൂടുതൽ കേട്ടോ. ഇവിടേക്ക് നിക്കാൻ രസമായിരുന്നു തുറന്നു നടക്കുവാണെങ്കിൽ. നല്ല വൈബ് സ്ഥലം. ഇപ്പുറത്തും അതേപോലെ ഇറങ്ങാൻ പറ്റിയ നല്ല രസമായിട്ടാണ്. നമുക്ക് അധികം വൈകാണ്ട് തിരിച്ചു പോണം, കാരണം ഈ ഉള്ളിലായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടില്ല, വെളിച്ചം കുറഞ്ഞ് പെട്ടെന്ന് മരങ്ങളുടെ തടസ്സമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കണ്ട. പ്രത്യേകിച്ച് ഒരാൾ പോലും ഇല്ല, ഒരു മനുഷ്യനെ പോലും നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മൾ എവിടെ പോയാലും ഒരാളെങ്കിലും കാണാറുണ്ട് നോർമൽ കേസിൽ. പക്ഷെ ഇവിടെ വാക്കിംഗ് ട്രയലുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവര് മാർക്കിംഗ് ഒക്കെ ഇട്ടുണ്ട് ചെറുതായിട്ട് കളർ കോഡ് ചെയ്തിട്ട് വഴി തെറ്റാതിരിക്കാൻ സ്ഥലത്തേക്ക് നടന്ന് പോകണം കേട്ടോ. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് കൂടുതൽ നമ്മൾ വന്നിട്ടുണ്ടല്ലോ, എന്തായാലും അരമണിക്കൂർ എടുത്ത് വന്നിട്ടുണ്ടല്ലോ അപ്രോക്സിമേറ്റ്ലി. അത്ര നമ്മൾ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 2 ഡീവിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അതാ പറഞ്ഞേ അല്ലേ, മറ്റേ കണ്ട കണ്ട ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ എടുക്കാം, യെല്ലോ എടുക്കാം. യെല്ലോ എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകണം, ഗ്രീൻ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്ക് എങ്ങനെയാണ് പോവാ? ഓ, എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ സൈഡിൽ കൂടെ ചേർന്ന് പോവാം. അത് നല്ല വഴി. യെല്ലോ ആണെങ്കിൽ യെല്ലോ പോവാം. പാലം പൊളിക്കുന്നതാണോ? ഇച്ചിരി കലങ്ങിയ വെള്ളം മഴയൊക്കെ പെയ്തോണ്ട്. ബ്രിഡ്ജ് ഫണ്ട് ചെയ്തിരിക്കുന്നത് ഫോറസ്ട്രി കമ്മീഷനാണ്. അതെ, അവർ 50ാമത്തെ വർഷത്തിന്റെ, അതായത് ആനിവേഴ്സറി പ്രമാണിച്ച് ബ്രിഡ്ജ് പണിതാണെന്നാണ് 2021 കേട്ടോ. 2021 10 വർഷം എങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. 2021 അല്ല, സോറി 2011. ഇനി ഞാൻ തെറ്റ് പറഞ്ഞെന്ന് പറയരുത്. 2011 പണിതാണ് കേട്ടോ. 50ാമത്തെ വാർഷികത്തിന് അനുബന്ധിച്ച് പണിത ബ്രിഡ്ജാണ്. കൊള്ളാം, അടിപൊളിയില്ലേ. ഇനിയും നമുക്ക് ഇനി വേണേ തിരിച്ചു പോവാം, ഓർ എൽസ് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെ പോവാം. അതോ ഇനി യെല്ലോ പാത്ത് എടുക്കണ? യെല്ലോ പാത്ത് കുറച്ച് സ്റ്റീപ്പ് കയറി പിന്നെ ഇങ്ങോട്ട് തന്നെ കണക്ട് ആവും ഗ്രീനിലേക്ക് മുകളിൽ കൂടെ പോയിട്ട്. വേണമെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെ പോവാം. ഈ സൈഡ് അല്ലേ? അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ട ഇന്നത്തെ വാക്കിംഗ്? കൊള്ളാം. ഒരു അഡ്വഞ്ചറസ് ആൻഡ് ലോൺലി, നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കാടിന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വേണമെങ്കിൽ ഒരു വൈഡ് ഇത് കാണിച്ചിട്ട് നിർത്താം. ഡ്രോൺ ഷോട്ട് കാണിച്ചിട്ട് നിർത്താം. അവിടെ നിന്നോ?
ഞാൻ മുകളിലേക്ക് കയറി. അയ്യോ ഞാൻ വഴിക്ക് വീഴും. ബാക്കിലേക്ക് അധികം പോകണ്ട. പോണ്ടല്ലേ, വഴിക്ക് വീഴും. മഷ്റൂം ആണത്. മാജിക് മഷ്റൂം ആണോ? പൂപ്പല് പോലെയല്ലേ? ഭയങ്കര വലിയ മഷ്റൂം. മഷ്റൂം ആണോ? ഇതൊക്കെ അമ്മൂമ്മമാരാന്ന് തോന്നുന്നു. അമ്മൂമ്മ മുകളിലേക്ക് മോള് വന്നതല്ലേ ഒന്ന് തലയിലിരിക്കട്ടെ. ആ മരം കടപൊഴിഞ്ഞ് സ്ഥലം നല്ലതാണ്. ഗ്ലോസ്റ്റർഷയറിൽ വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികളെ കൊണ്ട് വരുമ്പോൾ മഴ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അത് മാത്രം കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. ലോവർ വുഡ് നേച്ചർ റിസർവ് ഇൻ ഗ്ലോസ്റ്റർഷയർ. അതുപോലെ തന്നെ എന്താ ഇവിടുത്തെ വൈൽഡ് ലൈഫ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. വൈൽഡ് ലൈഫ് അപ്പിയൊക്കെ കിടക്കണ്ട വഴിയില്. കുതിരയുടെ ആണോ? കുതിരയല്ല, പന്നിക്കണെന്ന് പറയാം കേട്ടോ. അപ്പൊ ശരി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.